നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റേഞ്ചിനെ കുറിച്ചിട്ടാണ്. റേഞ്ച് വരുന്നത് ഡിസ്പേർഷനിൽ ഒരു മെഷറായിട്ടാണ് റേഞ്ച് വരുന്നത്. ഡിസ്പേർഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നിരിക്കുന്ന ഡാറ്റയിൽ അതിനുള്ളിലത്തെ ഓരോ ഒബ്സർവേഷനും തമ്മിലുള്ളതായിട്ടുള്ള വേരിയേഷൻസ്, അതേപോലെ തന്നെ അതിൻ്റെ ആവറേജ്, ആ തന്നിരിക്കുന്ന ഒബ്സർവേഷന്റെ ആവറേജും ഓരോ ഒബ്സർവേഷനും തമ്മിലുള്ളതായിട്ടുള്ള വേരിയേഷൻസ്, ഇതാണ് നമ്മൾ ഡിസ്പേർഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആ ഡിസ്പേർഷനിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെഷറാണ് റേഞ്ച് എന്ന് പറയുന്നത്. പലപ്പോഴും ഡിഗ്രി ലെവലിലും PG ലെവലിലും റേഞ്ചിനെ സംബന്ധിച്ചതായിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സിലും ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിലും സ്ഥിരമായിട്ട് അപ്പിയർ ചെയ്യുന്നതായിട്ടുള്ള ഒരു ഏരിയയാണ് റേഞ്ച്. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, റേഞ്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നിരിക്കുന്ന ഒബ്സർവേഷനിൽ ഹയസ്റ്റ് ആയിട്ടുള്ള ഒബ്സർവേഷനും ലോവസ്റ്റ് ആയിട്ടുള്ള ഒബ്സർവേഷനും തമ്മിലുള്ളതായിട്ടുള്ള ഡിഫറൻസിനെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ തന്നിരിക്കുന്നതായിട്ടുള്ള വാല്യൂസിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻ 85 ആണ്. ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻ 10 ആണ്. Therefore, range is equal to, ഇതിൽ റേഞ്ച് എന്ന് പറയുന്നത് ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ ഇസ് ഈക്വൽ ടു, ഇവിടെ ഹയസ്റ്റ് വാല്യൂ 85 ആണ് മൈനസ് ലോവസ്റ്റ് വാല്യൂ 10 ആണ്, ഇസ് ഈക്വൽ ടു റേഞ്ച് 75 ആണ്. 75 is the answer. പിന്നെ ഇതിന്റെ കോയിഫിഷ്യന്റ് ഓഫ് റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ is equal to, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, h minus L divided by h plus L is equal to, h എന്ന് പറയുന്നത് 85 minus L എന്ന് പറയുന്നത് ലോവസ്റ്റ് വാല്യൂ 10 divided by 85 plus 10 is equal to 75 divided by 95 is equal to 0.79. That is the answer. However, this we can compare with another data. So it is a valued measure. Thank you.